ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? രാവിലെ ഇതാ കുഞ്ഞാറ്റയ്ക്ക് മരുന്നൊക്കെ കൊടുത്തോളാം, മേലൊക്കെ ഒന്ന് കഴിയിച്ച് കഴിക്കാനൊക്കെ കൊടുത്തോളം ഉറക്കി കിടത്തിയിട്ടോ. അപ്പം ഇന്ന് പനിയൊക്കെ ആയതുകൊണ്ടേ അവൾക്കാണെങ്കിൽ ഭയങ്കര വാശിയും. അപ്പോൾ രാവിലെ ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ടു. ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്ന് വെറും കട്ടക്കാപ്പിയൊക്കെ കുടിച്ചു. പാലൊഴിച്ച ചായ ഒന്നും കുടിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അവൾക്കും അമ്മയ്ക്കും മാത്രം ഉണ്ടാക്കി കൊടുത്തുട്ടോ കട്ടൻ കാപ്പി. ഞാൻ പിന്നെ പാലുണ്ടായിരുന്നു, അപ്പം ഞാൻ കുറച്ച് ചായ വെച്ച് കുടിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പോൾ ജലദോഷമോ കഫക്കെട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, സമാധാനം ഉണ്ട്. അതുകൊണ്ട് പിന്നെ എന്താണെന്നറിയോ, പാൽ ഒഴിച്ച ചായ കുടിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ചോറൊക്കെ വാർത്ത് വെച്ച് ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നേരത്തെ അടുപ്പത്തിട്ട്, കാരണം നേരത്തെ കുട്ടിക്ക് കഞ്ഞി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടേ ഒക്കെ മരുന്നൊക്കെ കുടിക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചോണ്ടേ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കാനും സമയമില്ല. കുട്ടി വാശി പിടിച്ചിട്ടൊക്കെ രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ടൊക്കെ നേരം വൈകിട്ടാട്ടോ ഒന്ന് എണീച്ചത് തന്നെ. പിന്നെ അമ്മ പണിക്ക് പോയി, അമ്മയ്ക്ക് തൊഴിലുറപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോസിൽ. പിന്നെ രാജേട്ടൻ ഇന്നലെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ, ഒത്തിരി കൊത്താമര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അധികം മൂക്കാത്തതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോറൊക്കെ വന്ന സമയത്ത് എന്തായാലും ഇനിയിപ്പോൾ ചോറിന് എന്തെങ്കിലും ഒരു ഉപ്പേരിയോ ഒരു കൂട്ടാനൊക്കെ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുട്ടീനെയൊക്കെ ഉറക്കി കടത്തിയതിന് ശേഷം ഞാൻ ആ കൊത്താമരയൊക്കെ ഒന്ന് എടുത്തിട്ട് നുറുക്കിയിട്ട് ഉപ്പേരി വെക്കാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് ഒന്ന് അവൾ എണീച്ചു, അവൾ ആട്ടാൻ പോയി. അവൾ ഉണന്നാൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ, ഉണന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആട്ടിയും കൊണ്ടേ നിൽക്കണം കേട്ടോ. പിന്നെ ഒരു കാക്കയ്ക്കോ പൂച്ചയ്ക്കോ അല്ലെങ്കിൽ ഒന്നിനും കരയാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടോ അവൾ ഞെട്ടി ഉണരും കേട്ടോ. പിന്നെ കുറേ നേരം ഇങ്ങനെ അവളിങ്ങനെ കടന്നുകൊണ്ടേയിരിക്കും, നമ്മൾ തന്നെ ആട്ടിയും കൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെയും നമ്മൾ ഉറങ്ങും പറഞ്ഞാലും ശരി, അവൾ വാവാവോ വാവാവോ പറയും, അവൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കും, നമ്മൾ ആട്ടിയും കൊണ്ടേയിരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സമയം നമുക്ക് അതിൽ തന്നെ വേസ്റ്റ് ആവും കേട്ടോ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ ഉറങ്ങല് പറഞ്ഞിട്ടോ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇട്ടാ വന്നിട്ട് ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ അരിയണത് കിട്ടും. ഇനി അത് അരിഞ്ഞെടുത്തിട്ട് വേണം ഇനി ഇതിലേക്ക് പച്ചമുളക് ഉണ്ട്, അപ്പോൾ പച്ചമുളകും ചെറിയുള്ളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ മരുന്നൊക്കെ കഴിച്ചപ്പോൾ കുറേശ്ശെ കുറവുണ്ടായിരുന്നു കേട്ടോ. ഈ ജലദോഷവും കഫക്കെട്ടും നല്ല മഞ്ഞും അല്ലേ, മഞ്ഞടിച്ചിട്ടൊക്കെ. അപ്പോൾ നമ്മുടെ വീടൊക്കെ കുറച്ച് ഉയരമൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഭയങ്കര മഞ്ഞ് കേട്ടോ. നമുക്ക് രാത്രി കിടക്കുമ്പോൾ തന്നെ മഞ്ഞടിച്ചിട്ടൊക്കെ. അപ്പോൾ രാവിലേക്ക് വീണ്ടും എനിക്കും തൊണ്ടവേദനയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉപ്പുവെള്ളമൊക്കെ കവിൾ കൊണ്ടിട്ടൊക്കെ അങ്ങനെ എന്താ പറയുക സമാധാനിച്ച് ആശ്വസിച്ചൊക്കെ ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഉപ്പേരിക്കുള്ളതൊക്കെ നമ്മൾ നുറുക്കി, അങ്ങനെ പച്ചമുളകും അതുപോലെ ഉള്ളിയൊക്കെ ഞാൻ എന്തായാലും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ അങ്ങനെ അടുപ്പിൽ തീയൊക്കെ മുട്ടി ഗ്യാസ് കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഗ്യാസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഇനി എന്നാ വരികയെന്നറിയില്ല. അപ്പം അങ്ങനെ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴത്തേനും ആൾ എണീച്ചു. ഞാൻ ഉപ്പേരിക്ക് പാത്രം അടുപ്പത്ത് വെച്ചപ്പോഴേക്കേ അവൾ എണീച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ആട്ടിയപ്പോഴത്തേനും ചട്ടി കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അവളെ എടുത്തുകൊണ്ട് വന്നു. ഉറക്കം മതിയായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു കേട്ടോ. കോട്ടുവായൊക്കെ ഇടുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു കേട്ടോ, വായോ ഉറങ്ങണമെങ്കിൽ ഉറങ്ങുന്നൊക്കെ പറഞ്ഞു. പിന്നെ ആൾ ഉറങ്ങുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ആട്ടിയും കൊണ്ടേ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല ആ സമയത്തിന് കേട്ടോ. പിന്നെ അവളെ എടുത്തും കൊണ്ടും ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീതനപ്പുറത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടോ. പിന്നെ എനിക്കൊരു സമാധാനമല്ല കേട്ടോ അതിൻ്റെ മേലെ ഇരുത്തിയിട്ട്. കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ടും അവളെ പേടിച്ചിട്ടാട്ടോ ഞാൻ മരുന്നും അതുപോലെ തന്നെ എന്ത് സാധനങ്ങളുണ്ടെങ്കിലും കേട്ടോ ഒക്കെ ഞാൻ ഈ അടുക്കളയുടെ ഈ ഒരു ഇവിടെ കൊണ്ടുവന്നിരിക്കുക. കാരണം അവൾക്ക് ഇവിടെയാണ് എത്താത്തതും ഇവിടേക്കാണ് കയറാൻ പറ്റാത്തൊരു സ്ഥലമുള്ളൂ കേട്ടോ. ബാക്കിയുള്ളടത്ത് കൂടെയൊക്കെ റൂമിൻ്റെ ജനലിൽ കൂടെയും സോക്കേഴ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട്, റൂമിൽ കൂടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ട്. അതിന് കബോർഡുകളൊന്നും വെക്കാത്തതുകൊണ്ടേ ഒരു സാധനം നമുക്ക് ഉയരത്തിൽ കയറ്റി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾക്ക് ജനലിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേനും അവൾ കസാരയൊക്കെ ഇട്ട് വലിച്ച് കൊണ്ടുവന്ന് അതിന് മുകളിലൊക്കെ കയറി എല്ലാം വലിച്ചിട്ട് അമ്മയുടെ സെബോളിനും അതുപോലെ എന്താ വിക്സ് എല്ലാം തോണ്ടി ചുമരിൽ കൂടെ തേച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മൾ വരുമ്പോഴത്തേനും. അങ്ങനെ ഞാൻ ഉപ്പേരിയൊക്കെ അടുപ്പത്താക്കിയിട്ട് അവൾക്ക് കുറച്ച് ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും റസ്ക്കൊക്കെ കൊടുത്തതാണ്. അപ്പോൾ അത് കുറച്ച് കഴിച്ചു, ഒരെണ്ണമൊക്കെ കഴിച്ചു. പിന്നെ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഞാൻ ഉള്ളിമുളകൊക്കെ നന്നാക്കിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നല്ല കളറുള്ളൊരു റോസാ ചെടി കേട്ടോ. വലിയ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നട്ടതാട്ടോ. അവൾ തന്നെ ചെടി കൊണ്ടുവന്ന് അവൾ തന്നെ നട്ടു. അങ്ങനെ നട്ടിട്ട് പോയതാണ്. നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതിലെ പൂക്കൾ കാണാൻ നല്ല കളറാട്ടോ, റോസാ പൂവ് ഒറ്റതളിൻ്റെ കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ചുവട്ടിൽ ഞാൻ എപ്പോഴും കൊണ്ടുപോയി ഒഴിക്കും. ഈ ഉള്ളിത്തോലും നമ്മൾ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടോ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല തഴച്ച് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി ഒഴിച്ചിട്ട് വരുന്ന സമയത്ത് ഞാനൊരു കറിവേപ്പിൻ്റെ ഇലയും പൊട്ടിച്ചിട്ട് വന്നു.
അപ്പോഴത്തേനും കുഞ്ഞാറ്റ ഇതെല്ലാം മതിയെന്നും പറഞ്ഞിട്ടൊക്കെ മതിയാക്കിയിരിക്കണം കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ നമ്മുടെ ഉപ്പേരിയൊക്കെ വന്ന് നോക്കുമ്പോൾ ഉപ്പേരിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അധികം മൂക്കാത്ത കൊത്താമരയായിരുന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടി. പിന്നെ ആവിയിൽ തന്നെ വേവിച്ചെടുക്കണോണ്ട് കഴുകിയ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് നല്ല രുചിയാണ് കേട്ടോ, മൂക്കാത്തതായതുകൊണ്ട് നല്ല രുചിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ ആയി ഇറക്കിയപ്പോഴാണ് ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും ഒരു കൂട്ടാൻ എന്തെങ്കിലും വേണ്ടേന്ന് വിചാരിച്ചിട്ടോ. ഈ അമ്മ വരുമ്പോഴത്തേന് അമ്മ പണി മാറ്റി വരുമ്പോൾ അമ്മയ്ക്ക് കഞ്ഞി കുടിക്കാൻ. അപ്പം അമ്മ ഇന്ന് രാവിലെ നല്ല ജലദോഷമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് തലവേദനിക്കണു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇനി പോയിരിക്കണത്. ഇനിയിപ്പോൾ വരുമ്പോഴത്തേനുള്ള അവസ്ഥ എന്താവോ എന്തോ നമുക്കറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ 2-3 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ഒരു സവോള ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വേഗം നുറുക്കിയിട്ട് ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് വെച്ചിറക്കണം കേട്ടോ. എന്നാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ കാര്യം കുശാലായി കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് നല്ല കമൻസൊക്കെ അയച്ചായിരുന്നു. നമ്മൾ പറ്റുന്ന പോലെ റീപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് പുതിയ ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ചില മെസ്സേജുകൾക്കൊക്കെ നമുക്ക് റീപ്ലൈ വോയിസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. എല്ലാ മെസ്സേജിനൊന്നും ഇല്ല കേട്ടോ, ചില മെസ്സേജുകൾക്ക് നമുക്ക് റീപ്ലൈ ഓപ്ഷൻ ഇങ്ങനെ ബ്ലൂ കട്ടിൽ ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നമുക്ക് വോയിസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ എല്ലാവർക്കും വോയിസ് ഓപ്ഷനൊക്കെ വന്നതുകൊണ്ട് നമ്മളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ റീപ്ലൈ ഒക്കെ. അപ്പോൾ എല്ലാവരുടെയും കമൻസൊക്കെ കാണുന്നത് വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ നുറുക്കി വെച്ചു. ഇനി ഇതൊന്ന് വാട്ടണം കേട്ടോ. ഞാനിന്നിപ്പോൾ എന്തായാലും വാട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സവോളയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് സവോള വാട്ടിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സവോളയൊക്കെ വാടി വരുമ്പോൾ പിന്നെ വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് അങ്ങനെ ഞാൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്, കുറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ട്. അപ്പോഴത്തേന് പിന്നെ അവൾ കുഞ്ഞാറ്റ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ കയറിയിരിക്കണം എന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചും കൊണ്ട് വന്നു. പിന്നെ ഞാൻ അവിടെ മനസ്സോടെ സമാധാനമില്ലാതെ അവിടെ തന്നെ കയറ്റിയിരുത്തിട്ടോ. കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ട് ഓരോന്നിങ്ങനെ എടുത്തിട്ട്, കാരണം നമുക്ക് ഈ വീതനപ്പുറ നല്ല കുറച്ച് ഉയരമുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആയിട്ട് ഈശ്വര അങ്ങനെ എന്തെങ്കിലും ഇതായാലും ഒന്ന് പേടിച്ചിട്ട് എനിക്ക് ഒരു സമാധാനമല്ല കേട്ടോ. കണ്ണങ്ങോട്ട് ഇങ്ങനെ പോവാണ്. നമ്മൾ ഇതൊക്കെ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ട് അതിന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴേ അവളാണെങ്കിൽ താഴെ നിൽക്കൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ പിന്നെ അവൾ പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ വാശി പിടിച്ചോണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ സവോളയാണെങ്കിലും ശരി ചെറിയുള്ളി ആണെങ്കിലും ശരി കേട്ടോ, എനിക്കൊരു ശീലമുണ്ട് എപ്പോഴും അതിന്ന് പറഞ്ഞാൽ എടുത്ത് കഴിക്കണം കേട്ടോ. അതിനോട് എന്താണെന്നറിയില്ല, ഞാൻ എപ്പോഴും കേട്ടോ സവാള നുറുക്കിയാലും ശരി ചെറിയുള്ളി നുറുക്കിയാലും ശരി കേട്ടോ, ഒരു കഷ്ണം ഞാൻ അടുപ്പത്ത് ഇടുന്നതിന് മുന്നേ ഞാനൊന്ന് ടേസ്റ്റ് നോക്കൂ കേട്ടോ. പച്ച ഉള്ളി സവോളയാണെങ്കിലൊക്കെ നമ്മളത് ഇടും കേട്ടോ. അതിന് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കൂ കേട്ടോ. അത് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കഴിക്കുന്ന കണ്ടപ്പോൾ അവൾക്കും വേണം പറഞ്ഞിട്ട് അവൾക്കൊരു കൂട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഇനി എന്തായാലും ഇത് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല സവോളയൊക്കെ വാട്ടിയെടുക്കണം കേട്ടോ. നമ്മുടെ നാടൻ കറിയാണ് എപ്പോഴും തന്നെ നമ്മൾ ഈ തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കുന്നത്. അത് പിന്നെ കുറേ വെച്ചിട്ടും കാര്യമില്ല. തേങ്ങ അരച്ചിട്ടുണ്ടെങ്കിലൊന്നും അധികം അമ്മയാണെങ്കിലും കഴിക്കില്ല, ഞാനാണെങ്കിലും കുട്ടി ഇപ്പം എന്താ കഴിക്കുക, അവൾ കഞ്ഞിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് അവൾ കഞ്ഞി കുടിക്കാറ്. പിന്നെ നമ്മൾ വെച്ചിട്ട് പിന്നെ അധികം വേസ്റ്റാക്കി കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഫ്രിഡ്ജിലെങ്കിലും കയറ്റി വെക്കാം. പിന്നെ വെറുതെ ഉണ്ടാക്കിയിട്ട് വേസ്റ്റാക്കി കളയണ്ട. ഇങ്ങനെയുള്ള കറികളൊക്കെ ആണെങ്കിൽ നാടൻ കറികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വെച്ചാൽ മതി. ശകലം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 2 നേരത്തിന് ഞങ്ങൾ 2 പേർക്കും 2 നേരത്തിനൊക്കെ കൂട്ടാനും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അധികമായിട്ട് കളയാനും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കറികൾ വെക്കുന്നത്. പിന്നെ നമുക്ക് എളുപ്പവും ഇങ്ങനെയുള്ള കറികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് സവോളയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് വാടി വന്നിട്ട് വേണം, നല്ല വാടി വന്നിട്ട് വേണം വെണ്ടയ്ക്കയും കൂടി ആഡ് ചെയ്യാൻ കേട്ടോ. ഈ സമയം കൊണ്ട് ഞങ്ങൾ ഓരോ കൂട്ടമൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് ഉമ്പ് വേണം പറഞ്ഞു, ഇടയ്ക്ക് ഉമ്പ് വേണം പറയും. ഉമ്പ് വേണം പറഞ്ഞിട്ട് അതെടുത്ത് കൊടുക്കുമ്പോൾ അവൾ പറയും അയ്യോ എനിക്കിപ്പോൾ ഇത് വേണ്ട പറയും കേട്ടോ. അങ്ങനെ അവളാണെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ പിന്നെ അവൾ അങ്ങനെ തന്നെ കേട്ടോ, പിന്നെ വിടുകയില്ല. ആ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടേ മരുന്നുകളുണ്ട് കേട്ടോ, അവളുടെ മരുന്നും കുപ്പികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ഈ ഔൺസിൻ്റെ ഇതുണ്ടാവുമല്ലോ, എത്ര മില്ലിയൊക്കെ കൊടുക്കേണ്ട പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ ബോട്ടിലിൻ്റെ കൂടെ, അതൊക്കെ എടുത്ത് അവൾ കളിച്ചുകൊണ്ടിരിക്കും. എത്ര കളിപ്പാട്ടങ്ങളുണ്ടെങ്കിലും അതെടുത്തിട്ടേ പിന്നെ കളിച്ചുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ആ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് വന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അവൾക്ക് എത്തില്ലല്ലോ എന്നും വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം അതൊക്കെ ഇങ്ങോട്ട് കണ്ടപ്പോൾ അവൾക്ക് ഇങ്ങോട്ട് എടുക്കാനിട്ടേ പിന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടു കേട്ടോ. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പുളിയും കൂടി വെള്ളത്തിലിട്ട് പിന്നെ ഒരു ചെറിയ 2 തക്കാളിയൊക്കെ നുറുക്കിയിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അടുപ്പത്ത് തന്നെ വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഗ്യാസ് എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അവർ വിളിച്ചു 1-2 പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എത്തിയിട്ടില്ല. ചിലപ്പോൾ റൂട്ട് മാറിയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കേട്ടോ. കുറച്ച് ദിവസമായി ബുക്ക് ചെയ്തൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മെല്ലെ കിട്ടിയാലും മതി, നമുക്ക് അർജൻറ്റൊന്നുമില്ല. പിന്നെ വിറകൊക്കെ ഇപ്പോൾ വലിയ ക്ഷാമൊന്നും ഇല്ലാത്തതുകൊണ്ട് വിറകിന് പിന്നെ വേനൽക്കാലമല്ലേ, നമുക്ക് പെറുക്കിയിട്ട് എന്തായാലും ഇപ്പുറത്തൊക്കെ പോയി പെറുക്കിയിട്ട് നമുക്ക് എന്തായാലും കത്തിക്കാനുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പിന്നെ
കുഴപ്പമില്ല. ഗ്യാസില്ലെങ്കിലും പിന്നെ കറണ്ട് അടുപ്പുണ്ടല്ലോ, പെട്ടെന്നൊക്കെ എന്തെങ്കിലും ചായ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ കറണ്ട് അടുപ്പുണ്ടല്ലോ, അതൊരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ വെണ്ടയ്ക്കൊക്കെ അടുപ്പത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി വെണ്ടയ്ക്കൊക്കെ വാടി വരുമ്പോൾ വേണം തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് മസാലപ്പൊടികളൊക്കെ ഇടാൻ കേട്ടോ. മസാല എന്നൊന്നുമില്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ശകലം മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട്, അങ്ങനെ ഓവർ ആവാനും പാടില്ല കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ചോദിച്ചാൽ രുചി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അതെല്ലാം അങ്ങോട്ട് ആയി വന്നു. അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റ് നമ്മുടെ കറിവേപ്പില ഒന്ന് തൂവി കൊടുക്കട്ടെ അതിൻ്റെ മുകളിൽ കൂടെ. അങ്ങനെ അതൊക്കെ ഇട്ടു, കൂട്ടാനൊക്കെ ഇറക്കി വെച്ചു, ഉപ്പേരിയായി. പിന്നെ രാവിലെ തന്നെ ഞാൻ ഉണക്കൽ മീൻ ഉണ്ടായിരുന്നു കേട്ടോ, അത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ കൂട്ടാനായി കേട്ടോ. അതിൽ അങ്ങനെ നോക്കുമ്പോൾ അമ്മേനെ വിളിച്ചേക്കുമ്പോൾ അമ്മ പറഞ്ഞു, ഞാനിനിയിപ്പോൾ ഇന്ന് എന്തായാലും വരുന്നില്ല കഞ്ഞി കുടിക്കാൻ. അപ്പം നമ്മുടെ ഒരു റിലേഷൻ ഉണ്ടാവും, അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ചു പറഞ്ഞു, പണിക്ക് പോയോടത്തുനിന്നേ. അപ്പോൾ ഇനി അമ്മയ്ക്ക് വെയിലത്ത് ഇങ്ങോട്ട് നടക്കാൻ വയ്യാന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു. കുഞ്ഞാറ്റയ്ക്ക് ഞാൻ അതിനിടയിൽ പിന്നെ കഞ്ഞിയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻ പൊരിച്ചതും നമ്മുടെ കൊത്താമര ഉപ്പേരിയും വെണ്ടയ്ക്കക്കറി എല്ലാം കൂടിയും കൂട്ടിയിട്ട് നമ്മളെന്തായാലും ചോറിനട്ടെ കേട്ടോ. അപ്പം ഞാൻ ചോറിനണ സമയത്ത് കുഞ്ഞാറ്റ അതാ ഫോണിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതാ ഹായ് പറയുന്നുണ്ട്, എല്ലാവർക്കും ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് എല്ലാവരും ഒരു ഹായ് കൊടുക്കണേ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ചോറിനട്ടെ കേട്ടോ. ഇപ്പോൾ ചോറിനിട്ടാണെങ്കിലും ഇനിയും പണികൾ ഇഷ്ടം പോലെ കിടക്കാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇനി അലക്കാൻ ഇവള് എണീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചു നേരം അവിടെ അലക്ക് കല്ലിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് പിന്നെ അലക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സമാധാനം കേട്ടോ. ഉറങ്ങുമ്പോഴാണ് ഇവള് ഉറങ്ങുമ്പോൾ ഒന്നും നമുക്ക് തച്ച് തിരുമ്പിയാനൊന്നും പറ്റില്ല. അങ്ങനെ അതാ നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഒരു 3-3:30 ആയപ്പോഴത്തേന് രാജേട്ടൻ വന്നു. അപ്പോൾ രാജേട്ടൻ വന്നിട്ട് ഇതാ കുട്ടീനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി കേട്ടോ, കനാലിൻ്റെ മുകളിലേക്ക്. കനാലിൽ നല്ല വെള്ളമൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പം ഞാൻ ആ സമയം കൊണ്ട് കുട്ടീനെ ഏട്ടൻ അങ്ങോട്ട് കൊണ്ടുപോയ സമയം കൊണ്ട് ഞാൻ എന്തായാലും ചായയൊക്കെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ രാവിലത്തെ കുറച്ച് ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ചൂടാക്കിയിട്ട് അപ്പോൾ കുടിച്ചു. പിന്നെ ഇനിയിപ്പോൾ പാല് കാച്ചണം, പാല് കാച്ചിട്ടൊക്കെ വേണം ഇപ്പോൾ ഏട്ടന് ചായ ഇട്ട് കൊടുക്കാനൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചായ ഇടട്ടെ കേട്ടോ. അപ്പോൾ ഇനി കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കാർട്ടൂണൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോയിക്കുക. ടി വി ആണെങ്കിൽ രാവിലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിർത്താനേ അയക്കില്ല. ഉറങ്ങണ സമയത്തും കൂടി തൊട്ടിയിൽ ആട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് നിർത്തിയിട്ട് പോകാൻ വിചാരിച്ചാൽ അവൾ അതിന് സമ്മതിക്കുകയില്ല കേട്ടോ. അങ്ങനെ പിടിവാശിയാണ്, കാർട്ടൂൺ നിർത്താനേ അയക്കില്ല കേട്ടോ. അങ്ങനെ ടി വി ഒക്കെ നിർത്തി വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ എന്തായാലും അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് കേട്ടോ. കാർട്ടൂൺ നിർത്തണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനൊരു സമാധാനത്തിന് പിന്നെ നിർത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൾ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ ഞാൻ നിർത്തി കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ വന്നു രാജേട്ടൻ ഇതാ ടി വി ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ മേലൊക്കെ പോയി വന്നപ്പോഴത്തേനും ഇതാ ടി വി വേണം പറഞ്ഞതാ അച്ഛനും മോളും കൂടി ടി വി കാണുക കേട്ടോ. അങ്ങനെ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടി കഴിഞ്ഞ് ഏട്ടൻ പോവാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇവള് ഭയങ്കര പിടിവാശി അച്ഛൻ്റെ കൂടെ പോകണം പറഞ്ഞിട്ട്. അങ്ങനെ എന്നാൽ ഈയും കൂടി വായോ കനാലിൻ്റെ മുകളിലേക്ക് പറഞ്ഞിട്ട് ഞാനും കൂടി പുറകെ വന്നു കേട്ടോ. ഏട്ടൻ കുട്ടീനെ എടുത്തിട്ട് മുമ്പിലും വന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയാണ് ഭയങ്കര വാശി, വേറെ എങ്ങോട്ടും പോവാനൊന്നും ഇല്ലല്ലോ, ഒരിടമില്ലല്ലോ, അതുകൊണ്ടാണ്. അന്ത്യോളാണെങ്കിലും വീടിനകത്ത് തന്നെ അല്ലേ, പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് പട്ടിക്കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തേക്കൊക്കെ വിടാനും ഭയങ്കര പേടിയാണ് കേട്ടോ. ഇവളാണെങ്കിൽ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഓടും ഈ പട്ടിക്കുട്ടികളെ ആട്ടി വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെയൊന്നും അല്ല, നമ്മൾ വളർത്തണമൊന്നും അല്ല കേട്ടോ. താഴത്തെ വീട്ടിൽ ഈ പട്ടീനെ കൊണ്ടുവന്നിട്ട് വളർത്തിയതാട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം കുറേ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് പട്ടീനെ എറിഞ്ഞ് കളിച്ചിട്ട് അങ്ങനെ ഏട്ടനതാ യാത്രയും പറഞ്ഞ് ഏട്ടൻ പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അവളുടെ ബഹളം വയ്ക്കലൊക്കെ ഒരുവിധം നിന്നപ്പോൾ സമാധാനമായപ്പോൾ ഏട്ടൻ അങ്ങനെ യാത്ര പറഞ്ഞു പോയി. പിന്നെ മക്കളൊക്കെ കുറേ കുട്ടികൾ കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ചാടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കനാലിൽ കേട്ടോ. കനാലിൽ വെള്ളം വിട്ടിട്ട് ഒന്ന് നിർത്തി, പിന്നെ രണ്ടാമത് ഇപ്പോൾ വിട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കുട്ടികളുടെ വെള്ളത്തിൽ ചാട്ടമൊക്കെ കണ്ട് ഞാനും കുഞ്ഞാറ്റയും കൂടി അവിടെ നിന്നു. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വന്നു കേട്ടോ. അമ്മ വന്നപ്പോൾ നോക്കണോ, അമ്മയ്ക്ക് പൂരം പനിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉഷാറായില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ